വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാളത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖമാചരിക്കുവാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. പ്രിയമുള്ളവരെ, 2026 വലിയ നോയമ്പിൻ്റെ 1-ാം വെള്ളിയാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ 1-ാം വെള്ളിയാഴ്ച നമ്മുടെ ചിന്തയ്ക്ക് നൽകിയ ഈ വിശുദ്ധ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉപവാസത്തെക്കുറിച്ച് യേശുവിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് യാതൊരുവിധ സംശയങ്ങൾക്കും ഇടം നൽകാതെ അവിടുന്ന് നൽകുകയാണ്. അതായത് അവർ ഉപവസിക്കാനുള്ള സമയങ്ങൾ ആഗതമാകും. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖമാചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. വലിയൊരു വാക്യമാണത്. സത്യത്തിൽ ഉപവാസത്തിന് വേണ്ടി വലിയ തർക്കങ്ങളും വലിയ വാഗ്വാദങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ ഉപവാസത്തിൻ്റെ പ്രസക്തി തന്നെ അവിടെ ഇല്ലാതായിത്തീരും. കാരണം ഇവിടെ മണവാളൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെ ആഹ്ലാദചിത്തരായി സന്തോഷത്തോടു കൂടി ഒന്നിച്ച് പരസ്പര സംതൃപ്തിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത്. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളും അവൻ്റെ കഷ്ടതകളും വർദ്ധിപ്പിക്കുവാനല്ല, മറിച്ച് മനുഷ്യൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും സ്വയം ഏറ്റെടുത്ത് കുരിശിലെ ബലിയോട് ചേർത്ത് നിത്യപിതാവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു നവലോക സൃഷ്ടിക്ക് വേണ്ടി കടന്നു വന്ന പരിശുദ്ധമായ അടയാളമാണ് യേശു. ഈ യേശു ഉപവാസത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന ഈ വലിയ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഉപവാസം എന്നത് ദൈവത്തോട് അടുത്തിരിക്കുകയാണ് എന്നും അവിടുത്തോട് ചേർന്നിരിക്കുകയാണ് എന്നും അവിടുത്തെ ആത്മാവിനോട് ചേർന്ന് ഒന്നായി തീരുന്ന മരണശേഷമുള്ള ജീവിത ലക്ഷ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ് ഉപവാസമെന്നുമൊക്കെ നാം ധരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കരുതെന്നോ നമ്മുടെ ഇഷ്ടപാനീയങ്ങൾ വേണ്ട എന്ന് വയ്ക്കരുതെന്നോ ഒന്നും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അതിനുമൊക്കെ അപ്പുറം ദൈവത്തോടൊപ്പമായിരിക്കുവാനായിട്ട് ദൈവം നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്ന ദിവസങ്ങളാണ് വലിയ നോമ്പിലെ 50 ദിവസങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അവിടെ ത്യാഗപൂർണമായ കുരിശിൻ്റെ വഴി നടത്തുന്നത് ഉചിതം തന്നെ. ജപമാലയിലെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെ പ്രത്യേകമായിട്ട് ധ്യാനപൂർവം ചൊല്ലി യേശുനാഥൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ആ പീഡാനുഭവങ്ങൾ അതേപടി നമ്മൾ ആവർത്തിക്കണമോ എന്ന് ചോദിച്ചാൽ യേശു പറയും, നിങ്ങൾക്ക് മുൻപേ നിങ്ങൾക്ക് വേണ്ടി ഞാനവയൊക്കെ ഏറ്റെടുത്ത് നടത്തിയതാണല്ലോ. ഇന്ന് നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ സഹോദരൻ്റെ ദുഃഖത്തെ, അവൻ്റെ വിഷമതകളെ, അവൻ്റെ സങ്കടങ്ങളെ, അവൻ്റെ ആവലാതികളെ, അവൻ്റെ ഇച്ഛാഭംഗങ്ങളെ അല്പമെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം വഴി, നിങ്ങളുടെ ഇടപെടൽ വഴി, നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി, നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ വഴി ലഘൂകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ചിന്തകളുടെ പശ്ചാത്തലത്തിൽ 2026 നോമ്പിൻ്റെ 1-ാം വെള്ളിയാഴ്ച ഏറ്റവും അർത്ഥപൂർണമായി നമുക്ക് കൊണ്ടാടാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതിലും വലിയൊരു ഉപവാസം നമുക്ക് അനുഷ്ഠിക്കുവാനായിട്ട് ഇല്ല. മാറി വരുന്ന ഈ ലോകത്തിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും അർത്ഥമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു വച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അർത്ഥപൂർണമായ ഉപവാസം അത് യഥാർത്ഥത്തിൽ യേശുവിനോട് ചേർന്നിരിക്കുക എന്നത് തന്നെയാണ്. യേശുവിനോട് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തോട് എന്ന് തന്നെയാണ്. അതിനകത്ത് മായം ചേർക്കേണ്ട യാതൊരു കാര്യവുമില്ല. യേശു ക്രിസ്തു എന്നതുകൊണ്ടൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം എന്ന് തന്നെയാണ്.
അവിടുന്ന് ഏക ദൈവമാണ് എന്നും ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് അവിടുത്തെ ഉപദേശത്തിന് വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ ആദ്യ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ നോയമ്പിലെ ആദ്യത്തെ